ഹേയ്, എന്തിനാണ് ബാംഗ്ലൂർ വന്നത്? IMUCET ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നേ മഹാരാഷ്ട്രയിൽ. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതാ. ബാംഗ്ലൂർ എത്തി അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾക്ക് മഹാരാഷ്ട്ര നാഗ്പൂരിലേക്കുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 20 മണിക്കൂർ യാത്രയുണ്ട് നാഗ്പൂരിലേക്ക് എത്താൻ. ഇവിടെ എത്തിയിട്ട് എന്നെ പോലത്തെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഈ ഒരു എക്സാം എഴുതാൻ. അത് സൗത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് നോർത്തിലാണ് സെന്റർ കിട്ടിയത്. ഏകദേശം 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ആ ഒരു എക്സാമിന്. ക്യാമറ ഒന്നും അങ്ങോട്ടേക്ക് അലൗഡ് അല്ല കേട്ടാ. എക്സാം ഒക്കെ നല്ല വിഷമൂന്ന് കേട്ടോ. അവിടെ കാണാൻ കുറച്ച് മെനുള്ള ഒരു ഹോട്ടലിൽ കയറിയ ഇവരാണ് അക്ഷയ്. എന്റെ പേര് അവിടെ എക്സാമിന് ഉണ്ടായിരുന്നു. ഇവിടെ എഗ് റോസ്റ്റ് ഏകദേശം 3-4 ചപ്പാത്തിയേക്കേണ്ട ഒരു വിഷമുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അക്ഷയന്റെ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു. അവിടുന്ന് എന്റെ ഓന്റെ കസിനെ പരിചയപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ പരിചയത്തിൽ. അങ്ങനെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് രാത്രി 10 മണിക്കായിരുന്ന ബസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ ഒന്ന് ടൈം ആയി തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ പോയി. ഇവിടെ എത്തിയതാണ് പറഞ്ഞത് നാഗ്പൂരിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. കുട്ടികൾക്ക് പറ്റിയൊരു പാർക്ക് കേട്ടാ. എന്താണ് 10 രൂപ മുതലല്ലേ? അങ്ങനെ അവിടുത്തെ പരിപാടിക്കൊക്കെയാണ് തിരിച്ചുവരുന്ന നേരത്തെ ഒരു ചായക്കടയിൽ നല്ല തിരക്കേണ്ടി. നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സ്ഥലം, അതായത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള നമ്മൾ ബിൽ ഗേറ്റ്സ് ഒക്കെ വന്ന് ചായ കുടിച്ച് ഡോളി കണ്ടെന്റെ സ്വന്തം ചായ. സംഭവം ആള് പാവട്ടാ, എല്ലാവരും കൂടെ ഫോട്ടോയിൽ എടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ ചായ ഗെയിമിലുണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോക്ക് സമ്മതിക്കൂ. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, പിന്നെ ചായ കുടിക്കാണ്ടിരിക്കാൻ പറ്റുക.